ഹായ്, വെൽക്കം അവർ ചാനൽ മോംസ് ടു മാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 2-ലെ ചാപ്റ്റർ 2 ദ ഈവിൾ സ്പിരിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരും. പിന്നെ നമുക്ക് ഒന്നേന്ന് ടെക്സ്റ്റ് ഈ ചാപ്റ്റർ ഫുള്ള് വായിക്കാം. ഓക്കെ. ചാപ്റ്റർ 2 ദ ഈവിൾ സ്പിരിറ്റ്. This is a story from the Red Indians of North America. They believed that there was a great spirit and an evil spirit. The great spirit made a man and a woman. The evil spirit was asleep when this happened. When he woke up and saw man, he asked him, "Who made you?" To which man replied, "The great spirit." If the great spirit can make such a being, so can I, thought the evil spirit. He went to make a creature like man, but he made a mistake and made the ape. When he saw that he was not successful, he was angry. He went for a walk in the forest, and there he saw a black bear. "Who made you?" he asked. "The great spirit," said the bear. Chapter 2 The evil spirit. The evil spirit. Evil എന്ന് പറഞ്ഞാൽ പിശാചെന്നോ നല്ലതല്ലാത്ത ആത്മാവ്. സ്പിരിറ്റ് ആത്മാവ്. This is a story from the Red Indians of North America. ഈ കഥ ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? എവിടെ നിന്ന് വന്ന കഥയാണ്? ഈ നോർത്ത് അമേരിക്കയിലുള്ള റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിലുള്ള കഥ പ്രചരിച്ചിട്ടുള്ള കഥയാണ് ദ ഈവിൾ സ്പിരിറ്റ്. They believed എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നത്. That there was a great spirit and an evil spirit. അവരെന്താണ് വിശ്വസിച്ചിരുന്നത്? there was a, അവിടെ എന്തുണ്ടായിരുന്നു? ഗ്രേറ്റ് സ്പിരിറ്റ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന നല്ല ആത്മാവും പിന്നെന്താണ്? ആൻഡ് ആൻ ഈവിൾ സ്പിരിറ്റ്, ഒരു പിശാച്. അതായത് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ദൈവത്തിനായിരിക്കും. പിന്നെ ഈവിൾ സ്പിരിറ്റ്, പിശാചും ഉണ്ടായിരുന്നു. അതായത് നല്ലതല്ലാത്ത ആത്മാവും ഉണ്ടായിരുന്നു. The great spirit made a man and a woman. The great spirit, അത് നല്ല ആത്മാവ് എന്ത് ചെയ്തു? ഉണ്ടാക്കി. ആരെ? എ മാൻ ആൻഡ് വുമൻ. മാൻ മീൻസ് പുരുഷൻ, വുമൻ സ്ത്രീ. ഒരു ആണിനെ ഒരു പെണ്ണിനെ ആരുണ്ടാക്കി? ഗ്രേറ്റ് സ്പിരിറ്റ് ഉണ്ടാക്കി. The evil spirit was asleep when this happened. ഹാപ്പൻ മീൻസ് ആ സമയം, അതായത് നടന്ന സമയത്ത്. ഇത് നടന്ന സമയത്ത് ഈവിൾ സ്പിരിറ്റ്, അതായത് നല്ലതല്ലാത്ത ആത്മാവ് എന്ത് ചെയ്യായിരുന്നു? അസ്ലീപ്പ്, ഉറങ്ങുകയായിരുന്നു, മയക്കത്തിലായിരുന്നു. വെൻ ഹി വോക്ക് അപ്പ്, എപ്പോഴാണോ അയാൾ എണീറ്റപ്പോൾ, ആൻഡ് സോ മാൻ, ഹി ആസ്ക്ഡ് ഹിം, ആ മനുഷ്യൻ, അതായത് ആ പുരുഷൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ആണിൻ്റെ അടുത്ത് ഈവിൾ സ്പിരിറ്റ് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഹൂ മേഡ് യു? ആരാണ് നിന്നെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്? ടു വിച്ച് മാൻ റിപ്ലൈഡ്, ദ ഗ്രേറ്റ് സ്പിരിറ്റ്. അപ്പോഴത്തേക്കും ആ പുരുഷൻ പറഞ്ഞു, ആരാണ്? ദ ഗ്രേറ്റ് സ്പിരിറ്റ്, ആ നല്ല ആത്മാവാണ്. ഇഫ് ദ ഗ്രേറ്റ് സ്പിരിറ്റ് ക്യാൻ മേക്ക് സച്ച് എ ബീയിങ്, സോ ക്യാൻ ഐ. അങ്ങനെ ഗ്രേറ്റ് സ്പിരിറ്റിന് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുണ്ടാക്കി കൂടാ? തോട്ട് ദ ഈവിൾ സ്പിരിറ്റ്. തോട്ട് ചിന്തിക്കുക. ഈവിൾ സ്പിരിറ്റ് ചിന്തിച്ചു. ഇനി ഞാൻ ഈവിൾ സ്പിരിറ്റ് എന്നും ഗ്രേറ്റ് സ്പിരിറ്റ് എന്നേ പറയുള്ളൂ. ഓക്കെ. He went to make a creature like man, but he made a mistake and made the ape.
When he saw that he was not successful, he was angry. He went to make a creature. Creature means ഒരു ജന്തു അല്ലെങ്കിൽ ഒരു ജീവി. Like man. ഈ പുരുഷനെ പോലെ ഒരു ക്രീച്ചർ ആരുണ്ടാക്കി? ഈവിൽ സ്പിരിറ്റ് ഉണ്ടാക്കി. പക്ഷെ എന്ത് സംഭവിച്ചു? ബട്ട് ഹി മെയ്ഡ് എ മിസ്റ്റേക്ക്. ഒരു തെറ്റ് പറ്റി. എന്തോ ഒരു പാകപ്പിഴ ഉണ്ടായി. ആൻഡ് മെയ്ഡ് ദ ആപ്പ് എന്തായി? അതൊരു ആൾക്കുരങ്ങായിട്ട് മാറി. വെൻ ഹി സോ ദാറ്റ് ഹി വാസ് നോട്ട് സക്സസ്ഫുൾ. എന്താ സക്സസ്ഫുൾ? നന്നായില്ല, അല്ലെങ്കിൽ സക്സസ്ഫുൾ വിജയിച്ചില്ല. ഹി വാസ് ആംഗ്രി. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു ഈവിൽ സ്പിരിറ്റിന്. ഹി വെൻറ്റ് ഫോർ എ വാക്ക് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ദെയർ ഹി സോ എ ബ്ലാക്ക് ബെയർ. എന്താണ് ഇനി അടുത്ത ഈവിൽ സ്പിരിറ്റ് എങ്ങോട്ട് പോയി? കാട്ടിലേക്ക്, ഒരു കാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ദെയർ ഹി സോ എ ബ്ലാക്ക് ബെയർ. അവിടെ ആരെ കണ്ടു? ഒരു കറുത്ത കരടീനെ കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു? പതിവ് പോലെ ഈ പുരുഷൻ്റെ ചോദിച്ചതുപോലെ തന്നെ ചോദിക്കുകയാണ്, ഹൂ മെയ്ഡ് യു? നിന്നെ ആരാണ് ഉണ്ടാക്കിയത്? ഹി ആസ്ക് ദ ഗ്രേറ്റ് സ്പിരിറ്റ്. അപ്പോഴത്തേക്കും കരടി പറയാണ്, എന്താണ്? ഗ്രേറ്റ് സ്പിരിറ്റാണ് എന്നെ ഉണ്ടാക്കിയത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പേജ്. In that case, I can also make a bear, said the evil spirit. He set to work, but instead of a black or brown bear, he made a grizzly bear, which was mean and ferocious. The evil spirit was angry. He went for a walk to the river and saw a beautiful salmon. Who made you? He asked the salmon. The great spirit, said the fish. Then I will make some like you, he said. Again, he was not successful. The fish he made was an ugly looking eel. He saw he had failed again, and this made him very angry. I don't have the power to make beautiful things like the great spirit, but I can spoil what he has made, said the evil spirit. He went off and put lies, cruelty, and wickedness in the hearts of men and women. In that case, I can also make a bear, said the evil spirit. He set to work, but instead of a black or brown bear, he made a grizzly bear, which was mean and ferocious. In that case, I can also make a bear. അപ്പോൾ എനിക്കും ഒരു കരടീനെ എനിക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈവിൽ സ്പിരിറ്റ് പറയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഹീ സെറ്റ് എ വർക്ക്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എ ബ്ലാക്ക് ഓർ ബ്രൗൺ ബെയർ. എന്താണ്? അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും മറ്റത് കറുത്ത കരടി. അപ്പോൾ കറുപ്പോ അല്ലെങ്കിൽ ബ്രൗണോ ഉണ്ടാക്കേണ്ടതിന് പകരം ഹി മേഡ് ഗ്രീസ്ലി ബെയർ വിച്ച് വാസ് മീൻ ആൻഡ് ഫെറോഷ്യസ്. നല്ലൊരു ഉഗ്രൻ. ഫെറോഷ്യസ് മീൻസ് ഉഗ്രൻ എന്നാണ്. ഗ്രീസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരച്ചതെന്നോ പിന്നെ അല്ലെങ്കിൽ ചാരനിറം. ചാര മീൻസ് അത് തന്നെ, നരച്ചതായിട്ടുള്ള അതായത് ഒരു ഭംഗിയില്ലാത്തൊരു ബെയറിനെ ആരുണ്ടാക്കി? ഈ ഈവിൽ സ്പിരിറ്റ് ഉണ്ടാക്കി. ഇതും പഴയതുപോലെ തന്നെ. എന്ത് പറ്റി? ദ ഈവിൽ സ്പിരിറ്റ് വാസ് ആംഗ്രി. ആശാന് ദേഷ്യമായി. ഹി വെൻറ്റ് ഫോർ എ വാക്ക് ടു ദ റിവർ ആൻഡ് സോ എ ബ്യൂട്ടിഫുൾ സാലമൺ. അടുത്തെങ്ങോട്ട് പോയി? പുഴക്കരയിലേക്ക് അല്ലെങ്കിൽ പുഴയുടെ അടുത്തേക്ക് പോയാണ്, നടക്കുകയാണ്. ആൻഡ് സോ എ ബ്യൂട്ടിഫുൾ സാലമൺ. അവിടെ എന്താണ്? നല്ലൊരു സാലമൺ എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ചെമ്പല്ലിയാണെന്ന് തോന്നുന്നു സാലമൺ എന്ന് പറയണത്. പക്ഷെ അങ്ങനെയല്ല പുറം രാജ്യങ്ങളിൽ. അവിടെയൊക്കെ സാലമൺ എന്ന് പറയണത് നല്ല ഈ വലിയ മത്സ്യങ്ങൾ, മീൻ അല്ലെങ്കിൽ മത്സ്യം, അതിനെയാണ് സാലമൺ എന്ന് പറയണത്. നമ്മളെവിടെയൊക്കെ ഈ മീൻ ഗുളികളൊക്കെ കിട്ടുന്നില്ലേ, അങ്ങനെയുള്ള നല്ല പോഷക ഗുണമുള്ള മീൻ ആണ് സാലമൺ.
വലിയ ക്ലാസ്സിൽ എല്ലാവരും പഠിക്കും സാലമൺ എന്താണെന്നുള്ളതും. സാലമണിലാണ് നമുക്ക് omega-3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഫിഷാണ് ഈ സാലമൺ. ഓക്കെ, അതൊക്കെ പഠിക്കും വലിയ ക്ലാസ് ആകുമ്പോൾ. അപ്പോൾ ശരി. അപ്പോൾ എന്താണ് ഈ പുഴയുടെ അടുത്തൂടെ നടക്കുമ്പോഴത്തേക്ക് ആശാൻ എന്ത് കാണുകയാണ്? ഒരു നല്ല ഭംഗിയുള്ളൊരു സാലമൺ ഫിഷ്. അതൊരു മത്സ്യം എന്നാണ് പൊതുവെ അവിടെ സാലമൺ പറയുന്നത്. അപ്പോൾ ഈ സാലമണിനെ കണ്ടു. ഹൂ മെയ്ഡ് യു? എല്ലായിടത്തും ചോദിക്കും പോലെ തന്നെ ആരടുത്ത് ചോദിക്കുകയാണ് സാലമൻ്റെ അടുത്ത് ഈവിൾ സ്പിരിറ്റ്, നിന്നെ ആരാണ് ഉണ്ടാക്കിയത്? എല്ലാവരും പറയണ അതേ മറുപടി തന്നെയാണ് ഇവിടെയും കിട്ടിയത്. എന്ത് കിട്ടി? ദ ഗ്രേറ്റ് സ്പിരിറ്റാണ് എന്നെ ഉണ്ടാക്കിയത്. സെഡ് ദ ഫിഷ്. ദെൻ ഐ വിൽ മേക്ക് സം ലൈക്ക് യു, ഹി സെഡ്. അപ്പോൾ ഈവിൾ സ്പിരിറ്റ് അവരുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയാണ്, എന്താണ്, ഞാനും നിന്നെപ്പോലെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്? ഉണ്ടാക്കുകയാണ്. ദെൻ ഐ വിൽ മേക്ക് സം ലൈക്ക് യു, കുറച്ച് നിന്നെപ്പോലെ ഉള്ളവരെ ഞാനും ഉണ്ടാക്കും. Again he was not successful. The fish he made was an ugly looking eel. He saw he had failed again and this made him very angry. എന്താണ്? Again he was not successful. ഈവിൾ സ്പിരിറ്റ് വീണ്ടും ഉണ്ടാക്കി. അതും പഴയപടി തന്നെ എന്ത് സംഭവിച്ചു? അതും വിജയിച്ചില്ല. The fish he made was an ugly looking. ഒരു ഭംഗിയില്ലാത്ത എന്താണ്? അതൊരു ഈൽ മത്സ്യമായിട്ട് മാറി. He saw he had failed again. എന്താണ്? ആശാന് മനസ്സിലായി, ഇനി എന്നെ കൊണ്ടൊന്നും നടക്കൂല, എല്ലാം വിജയിക്കാതെ തോറ്റു. This made him very angry. ഇതെന്ത് സംഭവിച്ചു? ആശാന് ദേഷ്യമായി. I don't have the power to make beautiful things like the great spirit. എന്താണ്? എനിക്ക് എന്താണ് ഇങ്ങനെ ഈ ഗ്രേറ്റ് സ്പിരിറ്റ് ഉണ്ടാക്കും പോലെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊന്നും എന്നെ കൊണ്ടുണ്ടാക്കാൻ നടക്കില്ല എന്ന ഒരു പവറും എനിക്ക് അതിനുള്ള ശക്തിയില്ല. But I can spoil what he has made. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഗ്രേറ്റ് സ്പിരിറ്റ് ഉണ്ടാക്കണേനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യാൻ, അതിനെന്തെങ്കിലും ഒരു കേടുപാടുകൾ വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കും. He went off and put lies, cruelty and wickedness in the hearts of men and women. ആശാൻ എന്ത് ചെയ്തു? ഈ നേരത്തെ ഉണ്ടാക്കിയില്ലേ, സ്ത്രീയിലും പുരുഷനിലും, അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് സ്പിരിറ്റ് ഉണ്ടാക്കിയതിൽ ലൈസ്, കള്ളങ്ങൾ, ക്രൂവൽറ്റി, ക്രൂരത, പിന്നെ വിക്കഡ്നെസ് മീൻസ് ഈ ദുഷ്ടത ഒക്കെ എന്ത് ചെയ്തു? അവരുടെ മനസ്സിൽ ഉണ്ടാക്കി. സ്ത്രീയിലും പുരുഷനിലും ആരുണ്ടാക്കി? ഈവിൾ സ്പിരിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ശരി, ഇതാണ് ഇതിൻ്റെ സ്റ്റോറി. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച്, അതായത് ഈ ചാപ്റ്റർ നമ്മൾ വായിക്കാനാണ്, വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ വായിക്കും. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ സ്പീഡോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ വായിക്കാം. പിന്നെ വേറെ എന്താണ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇതിൻ്റെ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്ലീസ് സപ്പോർട്ട് മീ. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം പോരാ, നിങ്ങൾക്കറിയാമെന്നുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സിലബസ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യുക. പ്ലീസ് share and support and subscribe my video. Okay, thank you.